ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ വേർഡ് ഡോക്യുമെൻറ്റിൽ ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യുക, അതിനകത്തേക്ക് ഡേറ്റ എൻട്രി ചെയ്യുക, പിന്നെ അത് പുതിയ കോളംസും അല്ലെങ്കിൽ പുതിയ റോസ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്കൊരു ടേബിൾ നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻസേർട്ട് ടാബിൽ ടേബിളിൻ്റെ അണ്ടർ ചെല്ലുക. അവിടെ ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട്. അവിടുന്ന് ഇൻസേർട്ട് ടേബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, സോ ഇൻസേർട്ട് ടേബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കും എത്ര കോളംസും എത്ര റോസും നമുക്ക് വേണം. ഓക്കെ, സോ ഞാനിവിടെ 5 കോളംസ് ആൻഡ് 5 റോസ് ഞാൻ ചൂസ് ചെയ്യുകയാണ്. ഓക്കെ, ദെൻ പ്രസ് ഓക്കെ. 5 കോളംസും 5 റോസുമായിട്ട് ഉള്ള ഒരു ടേബിളാണ് ഇവിടെ വന്നിരിക്കുന്നത്. 1 2 3 4 5 1 2 3 4 5. ഓക്കെ, അപ്പോൾ ഈ ടേബിളിനകത്ത് നമുക്ക് ഈ ബോട്ടം റൈറ്റിലായിട്ട് നമുക്കൊരു ആരോ മാർക്ക് കാണാം. ആ ആരോ മാർക്ക് ഉപയോഗിച്ചാണ് നമുക്കിതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ അതുപോലെ തന്നെ ഈ ടേബിളിനെ സെലക്ട് ചെയ്യാനുള്ള ബട്ടണാണ് ഈ കാണുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ടേബിളിനെ മൂവ് ചെയ്യാനൊക്കെ പറ്റും. മൂവ് ചെയ്യാനും അതുപോലെ തന്നെ ടേബിളിൻ്റെ ഡിസൈനൊക്കെ മാറ്റാൻ വേണ്ടി നമുക്ക് ഈ ഒരു ടൂള് ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ് 1 2 3 4 5 2 3 4 5. ഓക്കെ, നമുക്ക് ഇവിടെ ഡേറ്റ എൻ്റർ ചെയ്യും. ഓക്കെ, നമുക്കിനി ടേബിളിലുള്ള ഡേറ്റ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ടേബിളെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടനെ പ്രസ് കഴിഞ്ഞാൽ കണ്ടൻറ്റുകളെല്ലാം ഡിലീറ്റ് ആവും. ഷിഫ്റ്റ് ഡിലീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ ബട്ടനെ പ്രസ് ചെയ്തിട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ടേബിൾ ഡിലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഓർക്കുക, വെറും ഡിലീറ്റ് ബട്ടനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടേബിളിലെ കണ്ടൻറ്റ് ഡിലീറ്റ് ആകും. അതുപോലെ തന്നെ ഷിഫ്റ്റ് ഡിലീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ടേബിൾ ഡിലീറ്റ് ആയി പോകും. ഓക്കെ, ഇനി ഒരു ടേബിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 2 പ്രോപ്പർട്ടീസ് ഉണ്ടാകും, ഡിസൈൻ ആൻഡ് ലേഔട്ട്. ഡിസൈനിൽ പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സ്റ്റൈലുകൾ മാറ്റാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള കുറേ ഡിസൈൻസുകൾ തന്നിട്ടുണ്ട്, അതിലൊന്നും ഒന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് ടേബിളിനകത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഇവിടെ ഒരു ഡിസൈൻ ചൂസ് ചെയ്തു. ഈ ഡിസൈനാണ് ചൂസ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മതി, ഹെഡർ റോയ്ക്ക് ഈ ബോൾഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്ലൂ കളർ വന്നിരിക്കുന്നതിന് കാരണം ഈ ടിക്ക് മാർക്ക് ഉള്ളതുകൊണ്ടാണ്. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡർ റോയിൽ നിന്നുള്ള ആ ബ്ലൂ കളർ മാറിപ്പോകുന്നതായിരിക്കും. ഫസ്റ്റ് കോളത്തിലുള്ള ടിക്കും വേണമെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്യാം. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊരു ഹെഡിങ് ആണ് അവിടെ എൻ്റർ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഹെഡർ റോയ്ക്ക് ടിക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് കോളത്തിലും നമുക്ക് വേണമെങ്കിൽ ടിക്ക് കൊടുക്കാം. ഇനി ബാൻഡഡ് റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്കറിയാം കണ്ടോ, 2 കളറിലാണ് ഈ വന്നിരിക്കുന്നത്. അത് വേണം എന്നുണ്ടെങ്കിൽ ആ ടിക്ക് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ പറ്റും. സെയിം വേ ബാൻഡഡ് കോളംസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ ടേബിളിൻ്റെ ഡിസൈൻസാണ് ഈ പറയുന്ന ഏരിയയിൽ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ബോർഡർ മാറ്റണം. ടേബിളിൻ്റെ ബോർഡർ പല രീതിയിൽ വേണം. ഓൾ ബോർഡർ വേണോ, ടേബിളെ സെലക്ട് ചെയ്തിട്ട് വേണം. ടേബിളെ സെലക്ട് ചെയ്തിട്ട് ഓൾ ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ ബോർഡർ വരും. ഇനി ബോർഡറിൻ്റെ തിക്നെസ് മാറ്റണമെങ്കിൽ ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ്ങിൽ പോവുക. അവിടുന്ന് ലൈൻ ചൂസ് ചെയ്യുക. ദെൻ ഓക്കെ അടിക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് ടേബിൾ സെലക്ട് ചെയ്യുന്നത് ഈ ബട്ടൺ ഉപയോഗിച്ചാണ്. മറക്കരുത്, ഡിസൈൻസിൽ ടേബിളിൻ്റെ ബോർഡറിൻ്റെ സ്റ്റൈലുകളെല്ലാം തീരുമാനിക്കാം. ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കിട്ടും. ദെൻ ഓൾ ബോർഡർ കൊടുക്കാം. ഔട്ട് സൈഡിലുള്ള ബോർഡർ മാത്രം ഞാൻ സെലക്ട് ചെയ്യാം. ഓൾ ബോർഡർ കൊടുക്കാം. ഏത് വേണമെങ്കിലും നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. ദെൻ ബോർഡർ ലൈനിൻ്റെ കളർ വേണമെങ്കിലും ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. യെസ്, പെർഫെക്റ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ പഠിച്ചു, അതിനകത്തേക്ക് ഡേറ്റ എൻ്റർ ചെയ്യാൻ പഠിച്ചു. ദെൻ അതുപോലെ തന്നെ അതിനകത്ത് ടേബിളിനകത്തുള്ള ഡേറ്റ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം. വെറും ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ടേബിൾ സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ടേബിൾ തന്നെ ഡിലീറ്റ് ആയി പോകും. ദെൻ അതിൻ്റെ ഡിസൈൻ ടാബിൽ പോയി നമുക്ക് പല പല ഡിസൈൻസുകൾ ഞാൻ പറഞ്ഞു. ദെൻ അതുപോലെ തന്നെ അതിൻ്റെ ടേബിളിൻ്റെ ഹെഡർ റോയും ഫസ്റ്റ് കോളംസും ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന വിധം ഞാൻ പറഞ്ഞു. ദെൻ അതിൻ്റെ ബോർഡർ എങ്ങനെ മാറ്റാം എന്നുള്ളത് പറഞ്ഞു. ബോർഡറിൻ്റെ കൂടുതൽ ഓപ്ഷൻസിനായിട്ട് ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ്ങിൽ പോയാൽ മതി. നിങ്ങൾക്ക് അവിടുന്ന് കളർ മാറ്റാം, സ്റ്റൈൽ മാറ്റാം, ബോർഡർ ലൈനിൻ്റെ വിഡ്ത്ത് എല്ലാം നമുക്ക് അവിടെ മാറ്റാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.